പരിപാവനമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് അൽഹംദുലില്ലാഹ് നമ്മളിലേക്ക് ഇതാ വന്നിരിക്കുന്നത്. നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച പകൽ, അതായത് മറ്റന്നാൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ രാവാണ്. അതായത് ശനിയാഴ്ച അവർക്ക് അറഫയുടെ പകലാണ്. നമുക്ക് ഞായറാഴ്ചയാണ് അറഫ ദിനം. ഒരുപാട് പേര് ചോദിച്ചു, ഞാനിതിൻ്റെ ഉത്തരം പല പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഉസ്താദ് അതെങ്ങനെ ശരിയാവും? 2 അറഫ ഉണ്ടാവുമോ? ഹാജിമാർക്ക് ശനിയാഴ്ച അറഫ, നമുക്ക് ഞായറാഴ്ച അറഫ. അതെന്തുട്ടാണ്? അതിപ്പോൾ എങ്ങനെയാണ് ശരിയാകുന്നത്? 2 അറഫയൊക്കെ എങ്ങനെയാണ് വരുന്നത്? യുക്തിവാദികളായ നിരീശ്വരവാദികളായ ആളുകളൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് പരിഹാസമൊക്കെ പറയാൻ തുടങ്ങി. കൃത്യമായ അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് 2 അറഫ വരുന്നു? ഇങ്ങനെ 2 ദിവസം അറഫ വന്നാൽ ശരിയാകുമോ? നമ്മൾ ഏത് അറഫ ദിവസമാണ് എടുക്കേണ്ടത്? നമ്മളിപ്പോൾ ഞായറാഴ്ചയാണോ അതോ ശനിയാഴ്ചയാണോ അറഫ ദിവസമായിട്ട് കണക്കാക്കേണ്ടത്? കൃത്യമായ മറുപടി പറയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധമായ അറഫ എന്താണ്? അറഫക്ക് അത്ര ഒരു ശ്രേഷ്ഠത വരാനുള്ള കാരണം എന്താണ്? അള്ളാഹു എന്താണ് ഈ അറഫ ദിവസത്തിൽ നമ്മളോട് ചെയ്യുന്നത്? ഇൻഷാ അല്ലാഹ് വിശദമായി കേൾക്കുന്നതോടൊപ്പം അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കാം. ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പൊ ഇബ്രാഹിം നബിയുടെ പേരിൽ അള്ളാഹുവിന്റെ റസൂല് ചൊല്ലിയ ഒരു സ്വലാത്ത് ഉണ്ട്. ആ സ്വലാത്ത് നമ്മളും ചൊല്ലിയാൽ 15 നേട്ടങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടാനുള്ളത്. നമ്മളൊക്കെ ചൊല്ലുന്നതാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്തിന്റെ നേട്ടം എന്തൊക്കെ, അതെപ്പോഴാണ് ചൊല്ലേണ്ടത്, അതിന്റെ അർത്ഥം എന്താണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, കരുണാഭാരതിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും വരുന്ന വർഷങ്ങളിൽ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഉള്ളവരാണ് നമ്മളിൽ ഏറെ പേരും. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല മാറ്റി സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും ഉള്ളത് പുണ്യമാകുന്ന ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ്. നാളെ വെള്ളിയാഴ്ച പകൽ. അതിശ്രേഷ്ഠമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. നമുക്ക് ഇന്ന് ദുൽഹിജ്ജ 7-ാം രാവാണ്, ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹാജിമാർക്ക് മറ്റന്നാൾ, അതായത് ഇന്ന് വ്യാഴം, നാളെ വെള്ളി, മറ്റന്നാൾ ശനി, ശനിയാഴ്ചയാണ് അവർക്ക് അറഫ ദിനം. ഞായറാഴ്ച അവിടെ പെരുന്നാളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഞായറാഴ്ചയാണ് അറഫ. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണ്, ഒന്നും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നാളെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം മറ്റന്നാൾ, അതായത് ശനിയാഴ്ച അവർക്ക് അറഫയാകുമ്പോൾ നാളെ വെള്ളിയാഴ്ച യൗമു തർവിയ ആണ്. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ തുടക്കമാണ്. നാളെ മുതലാണ് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ ദിവസം മുഴുവൻ ഹാജിമാരും, ഇപ്പോൾ മദീനയിലേക്ക് ഒരുപാട് ഹാജിമാരുണ്ട്, മദീനയിലും അതുപോലെ ഈ ഹറമിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ഹാജിമാരുണ്ട്. എല്ലാവരും പരിശുദ്ധമായ മക്കയിലേക്ക് എത്തുന്ന അതിശ്രേഷ്ഠമായ ഒരു സന്ദർഭമാണ് ഇന്ന്. ലക്ഷക്കണക്കിന് ഹാജിമാർ ഇന്നത്തെ രാവിൽ അവർ പ്രത്യേകം ലോക മുസൽമാനു വേണ്ടി ദുആ ചെയ്യുന്ന ഒരു വലിയ സന്ദർഭത്തിലൂടെയാണ് ലോകം സാക്ഷിയാകുന്നത്. നമ്മുടെ ഹാജിമാർ നമുക്ക് വേണ്ടിയൊക്കെ ദുആരക്കുന്നത്. അല്ലാഹു അവരുടെ ദുആ, എല്ലാവരുടെയും ദുആ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് അറഫ ദിനം ഞായറാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് അറഫ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അറഫ ദിവസത്തിൽ നമ്മൾ പ്രത്യേകമായി പറയേണ്ട ദിക്റുകളും തസ്ബീഹുകളൊക്കെ ഉണ്ട്. അത് ആ സമയത്ത് നമുക്ക് പറയാം. ഇപ്പോൾ അറഫ ദിനം, ഇപ്പോൾ നാളെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. മറ്റന്നാളാണ് ഹാജിമാർക്ക് അറഫ ദിനം. എന്താണ് ഈ അറഫ?
അറഫ എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞു, തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ്. ഈ ഒരു വാക്ക് വരാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഉസ്താദുമാരും മഹത്തുക്കളായ ഒരുപാട് പണ്ഡിതന്മാരും പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു അഭിപ്രായം, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും നമ്മുടെ വല്ലുമ്മയാകുന്ന ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്നും അവരിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവർ രണ്ടുപേരും പല സ്ഥലങ്ങളിലാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ഇന്ത്യയോട് ചേർന്നിരുന്ന ഇന്നത്തെ ശ്രീലങ്കയിലുള്ള ആദം മല, ആ ഭാഗത്താണ് മഹാനവറുകൾ വന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. നമ്മുടെ വല്ലുമ്മയാകുന്ന ഹവ്വാ ബീവി ജിദ്ദയിലാണ്, ഇന്നത്തെ ജിദ്ദ. ഹവ്വാ ബീവിയെ പറ്റി പറയുന്നത് ജദ്ദത്ത് എന്ന നമ്മുടെ വല്ലുമ്മയാണ്. ആ ജദ്ദത്ത് എന്ന വാക്കിൽ നിന്നാണ് ജിദ്ദ എന്ന വാക്കുണ്ടായത് എന്നൊക്കെ നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. അപ്പൊ ഇന്നത്തെ സൗദി അറേബ്യയിലെ ജിദ്ദ ഭാഗത്താണ് മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ വന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുപാട് നാൾ കാണാതിരുന്നു. പരസ്പരം അവർ കാണുകയും തിരിച്ചറിയുകയും ചെയ്ത സന്ദർഭം അതെവിടെ വെച്ചാണ്? ഈ അറഫയിൽ വെച്ചാണ്, അറഫ മൈതാനത്തിൽ വെച്ചാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അറഫ എന്ന പേരിന്റെ പിറകിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. അറഫ ദിനം അതിശ്രേഷ്ഠമായ ദിനമാണ്. ഞാനിത് പറയുന്നത് വരുന്ന ദിവസങ്ങൾ അറഫാ ദിനം, ഹാജിമാർക്കുള്ള അറഫാ ദിനം, അതുപോലെ നമുക്കുള്ള അറഫാ ദിനമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ആളുകളും ചോദിക്കും, ഉസ്താദെ അതെങ്ങനെ ശരിയാകും? അതായത് ഹാജിമാർക്ക് അറഫാ ദിനം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 ശനിയാഴ്ച, നമ്മൾക്ക് അറഫാ ദിനം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 ഞായറാഴ്ച. ഇതെങ്ങനെ ശരിയാകും? ശനി ഞായർ 2 ദിവസം അങ്ങനെ അറഫാ ദിനമൊക്കെ വരുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അങ്ങനെ വരുന്നതിന് ഇപ്പം എന്താ കുഴപ്പം? അങ്ങനെ വരൂ. കാരണം ഈ ലോകം മുഴുവനും, ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ ടൈമല്ല. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയം, ഇത് ഞാനിപ്പോൾ പകലാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് എത്രയോ രാജ്യങ്ങളിൽ രാത്രി ആളുകൾ കിടന്നുറങ്ങുന്നു, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ല ബാങ്ക് വിളിക്കുക, എല്ലാ സ്ഥലത്തും ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഹറമിലെ ബാങ്ക് വിളി കേട്ടല്ല നമ്മളൊക്കെ നിസ്കരിക്കുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിലെ പള്ളിയുടെ ബാങ്ക് വിളി ആ ഒരു സമയം അനുസരിച്ചാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ പല സ്ഥലത്തും പല ഭൂഖണ്ഡങ്ങളുണ്ട്, പല രാജ്യങ്ങളുണ്ട്, പല കാലാവസ്ഥകളുണ്ട്. അതിനനുസരിച്ച് ദിവസങ്ങളും അതുപോലെ മണിക്കൂർ, ഇപ്പോൾ നമ്മുടെ കേരളവും ഗൾഫും എടുത്തു നോക്കിയാൽ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം വ്യത്യാസമുണ്ട്. അങ്ങോട്ട് പോകുന്തോറും 3.5, 4.5, 5.5, 6.5 മണിക്കൂറൊക്കെ വ്യത്യാസമുള്ള, ഒരു രാവും പകലും തമ്മിൽ 24 മണിക്കൂറും വ്യത്യാസമുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ തർത്തീബ് അങ്ങനെയാണ്. അപ്പൊ 2 അറഫ എന്ന് പറഞ്ഞാൽ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറഫ ശനിയാഴ്ചയാണ്, ദുൽഹിജ്ജ 9. കാരണം ആ നിലാവ് കാണുന്നതിന് വ്യത്യാസം അനുസരിച്ച് നമുക്ക് എപ്പോഴാണ്? നമുക്ക് ഞായറാഴ്ച. കാരണം നമുക്ക് നിലാവ് കണ്ടതനുസരിച്ച് ദുൽഹിജ്ജ 9 ഞായറാഴ്ചയാണ്. അതായത് ഏത് നാട്ടിലാണോ നമ്മളുള്ളത് ആ നാടിൻ്റെ ആ ഒരു ഭൂപ്രകൃതിയും ആ ഒരു കാലാവസ്ഥയും ഇവിടെ നിലാവ് കാണുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അത് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നരകമോചനം ജനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ ഒരു ദിവസവും അല്ലാഹു തആല വേറെ ഈ ദുനിയാവിൽ കൊടുക്കൂല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കൊടുക്കൂല. ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു നരകമോചനം, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അത് അറഫ ദിവസത്തിലാണ്. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണ്. അതുപോലെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി അത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. ഒരു നാണയം എടുത്താൽ ആ നാണയത്തിന്റെ അപ്പുറവും ഇപ്പുറവുമാണ് ലൈലത്തുൽ ഖദറും അറഫയുടെ പകലും. അറഫയുടെ പകലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയും ഒരു നാണയത്തിന്റെ അപ്പുറം ഇപ്പുറമാണ്. പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അതിപ്രധാനപ്പെട്ട ദിവസമാണ് അത്. ഇൻഷാ അല്ലാഹ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അത് ശനിയാഴ്ച വരുന്നു, നമുക്ക് ഞായറാഴ്ചയാണ്. അപ്പൊ ചോദിക്കും, ഉസ്താദെ ഞങ്ങൾക്ക് ശനിയാഴ്ചയല്ലേ ഹാജിമാർക്ക് അറഫ ദിനം, അപ്പൊ ശനിയാഴ്ച നോമ്പ് പിടിക്കാൻ പറ്റുമോ? പിടിക്കാം. ശനിയാഴ്ച നോമ്പ് പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് ശനിയാഴ്ച പിടിക്കാം. നമ്മുടെ അറഫ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് നമുക്ക് ഞായറാഴ്ചയാണ് നോമ്പ് പിടിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്കറിയാമല്ലോ ഈ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, അല്ലെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും കുടുംബവും ഹജറ ബീവിയൊക്കെ അവര് ചെയ്ത പ്രവർത്തനങ്ങളുടെ ആവർത്തനമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ.
അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ആവർത്തനമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നു അല്ലെ, അത്തഹിയാത്തിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ആരുടെ പേര് പറയുന്നു? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് പറയുന്നു, ഇബ്രാഹിമിയ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ പേര് തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് എന്നാണ്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് പ്രയാസം, സങ്കടം ഒരുപാട് സഹിച്ച പ്രവാചകരാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരീക്ഷണങ്ങൾ ഏൽക്കപ്പെട്ട വ്യക്തികളിൽ വളരെയധികം നമുക്ക് 2ാം സ്ഥാനം കൊടുക്കാം. ആർക്ക്? ഇബ്രാഹിം നബിക്ക്. 1ാം സ്ഥാനം മുത്ത് റസൂലിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്കുള്ള പരീക്ഷണം പോലെ വേറെ ആർക്കും പരീക്ഷണം ലോകത്ത് അള്ളാഹു കൊടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹിന്റെ റസൂലിനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹു അങ്ങോട്ട് പരീക്ഷിക്കുമെന്നാണ്. അതുപോലെ പരീക്ഷണങ്ങളിൽ 2ാമതായി സ്ഥാനം ഉള്ളത് മഹാനായ ഇബ്രാഹിം നബിക്കാണ്. എത്രയോ ചെറുപ്പകാലം മുതലേ പരീക്ഷണമാണ്. അവസാനം നമ്രൂദിന്റെ തീക്കുണ്ഠാരത്തിലേക്ക് എറിയപ്പെട്ടു. പിന്നെയോ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ഒരുപാട് നാൾ സങ്കടപ്പെട്ടു. എന്നിട്ട് മക്കളെ കൊടുത്തത് 90 വയസ്സിന് ശേഷമാണ്. അതിനുശേഷം അള്ളാഹു താല ആ ഒരു സമയത്തൊക്കെ അള്ളാഹു ഒരുപാട് യാത്ര ചെയ്യാൻ, മക്കയിൽ നിന്നും ഇറാഖിലേക്ക്, ഇറാഖിൽ നിന്നും ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്നും മക്കയിലേക്ക്, അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ അള്ളാഹു താല ഇബ്രാഹിം നബിയോട് പറഞ്ഞു. അതൊരു പരീക്ഷണമാണ്. കാരണം അള്ളാന്റെ കൽപ്പനയാണ്, അത് നിർവഹിക്കണം അല്ലെ. എത്രയോ കിലോമീറ്ററോളം നടന്നും അതുപോലെ ഒട്ടകത്തിന്റെ പുറത്തൊക്കെയാണ് ഇബ്രാഹിം നബി യാത്ര ചെയ്തത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണ തിങ്ങി നിറയുന്ന അതിപ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകൽ. ഇന്നും നാളെയും അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ പ്രധാനമായും പറയേണ്ട അമലുകളിൽ അതിപ്രധാനപ്പെട്ട ഒന്ന് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വലാത്ത്. മഹാനായ ഇബ്രാഹിം നബിയുടെ മേൽ പറയപ്പെട്ട സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ പറയലാണ്. വലിയ പ്രതിഫലമാണ്. അല്ലാഹു തആല എത്രയോ പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബിക്ക് കൊടുത്തു. അതായത് മകനുണ്ടായി, ഇസ്മായിൽ എന്ന പൊന്നുമോനുണ്ടായി. ആ പൊന്നുമോനെ അറുക്കാൻ അല്ലാഹു തആല അല്ലാഹു തആല ഒരു പരീക്ഷണമായിട്ട് ഏൽപ്പിക്കുകയാണ്, സ്വപ്നത്തിലൂടെ കാണിക്കുകയാണ്. എല്ലാ പരീക്ഷണത്തിലും മഹാനവറുകൾ വിജയിച്ചു എന്ന എല്ലാ പരീക്ഷണത്തിലും വിജയിച്ചു. ഇസ്ലാമിൽ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മില്ലത്ത് ഇബ്രാഹിം, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ലോകത്ത് ആദ്യമായി ചേലാകർമ്മം ചെയ്തത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു, സ്വന്തമായി ചേലാകർമ്മം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തതാണ്. അതുപോലെ മീശ വെട്ടുക, താടി വളർത്തുക, അതുപോലെ കക്ഷരോമം, ഗുഹ്യരോമം ഒക്കെ നീക്കം ചെയ്യുക, ഇതുപോലുള്ള മില്ലത്തുകൾ, ചില ചര്യകൾ കൊണ്ടുവന്നത് ആദ്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിലുള്ള അതിപ്രധാനപ്പെട്ട സ്വലാത്താകുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ എന്തായാലും ഈ സമയങ്ങളിൽ മറന്നു പോവാൻ പാടില്ല. ഒരു മനുഷ്യൻ ഇബ്രാഹിമിയ സ്വലാത്ത് നിത്യമാക്കിയാൽ അവനിക്ക് 15ഓളം വലിയ ശ്രേഷ്ഠതകൾ കിട്ടുമെന്നാണ്. 15ഓളം വലിയ ശ്രേഷ്ഠതകൾ. 15 അല്ല കേട്ടോ, അതിനേക്കാൾ ഒരുപാടുണ്ട്. നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു 15ഓളം ഒരുപാട് ശ്രേഷ്ഠതയുള്ള സ്വലാത്ത്. നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ്. അത് പഠിക്കൽ നിർബന്ധമായ സ്വലാത്താണ്. കാരണം നിസ്കാരത്തിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ഇല്ലാതെ നിസ്കാരം ശരിയാവോ? അത്തഹിയാത്ത് ഓതുമ്പോൾ നമുക്ക് സ്വലാത്ത് വേണ്ടേ? ഇബ്രാഹിമിയ സ്വലാത്ത് വേണ്ടേ? അതുകൊണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, നമുക്കറിയാം, നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യണം ഇൻഷാ അള്ളാഹ്. ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ചില നേട്ടങ്ങളാണ് ഇൻഷാ അള്ളാഹ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ മഹാനായ ഹസൻ ബിൻ അലി സ്വആനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഇബ്രാഹിമിയ സ്വലാത്ത് അവൻ്റെ പ്രയാസഘട്ടങ്ങളിൽ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം? 1000 മറ, 1000 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഏത് പ്രയാസമാണെങ്കിലും ആ സ്വലാത്ത് 1000 എണ്ണം ചൊല്ലിക്കഴിയുന്നതോടൊപ്പം തന്നെ അവൻ്റെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കും എന്ന് മഹാനായ ഹസൻ ബിൻ അലിയുൽ അസ്വാനി റളിയല്ലാഹു തആല അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്. പിന്നെയോ വീണ്ടും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വീണ്ടും ഒരുപാട് കിതാബുകളിൽ ഈ ഒരു സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് കാണാൻ പറ്റും. മൻ സ്വല്ല അലയ്യ ഹീന യുസ്ബിഹു 10 വയുംസി 10
അദ്റകതുഹു ശഫാഅത്തി യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. അതായത് ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ അവൻ 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി, അതുപോലെ തന്നെ വൈകുന്നേര സമയത്തും ഒരു 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് അവനിക്ക് നിർബന്ധമാണ്, അവനിക്ക് കിട്ടും എന്ന് നബി തങ്ങളുടെ ഒരു ഹദീസുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ എന്ന് പറഞ്ഞത് അത് ഇബ്രാഹിമിയ സ്വലാത്ത് ആവാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സ്വലാത്ത്, അതുപോലെ നബി തങ്ങളുടെ ഭാര്യമാരും നബി തങ്ങളുടെ മക്കളും അവിടുത്തെ സ്വഹാബിമാരും എല്ലാവരും പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സ്വലാത്ത് അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അതുകൊണ്ട് ഈ സ്വലാത്തിന് വളരെയധികം ശ്രേഷ്ഠത ഉണ്ട് എന്ന് നമുക്ക് ഒരുപാട് കിതാബുകളിൽ കാണുവാൻ പറ്റും. പിന്നെയോ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം, ഏത് സ്വലാത്ത് ചൊല്ലിയാലും നേട്ടമാണ്. ഈ ഇബ്രാഹിമിയ സ്വലാത്ത് പ്രത്യേകിച്ച് ഈ ഹജ്ജിൻ്റെ മാസങ്ങളിൽ, ഈ ഹജ്ജിൻ്റെ മാസത്തിൽ ഈ അതിപ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ ചൊല്ലിയാൽ വളരെയധികം നേട്ടമാണ്. ലയ്യലിജന്നാറ മൻ സ്വല്ല അലയ്യ എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ നരകത്തിൻ്റെ തീ അവനെ തൊടുക പോലുമില്ല. എന്താ കാരണം? അവൻ സ്വലാത്ത് ചൊല്ലുന്നവനായതുകൊണ്ട്. പിന്നെയോ വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ അബ്ദ, നിശ്ചയമായും ഒരു ഒരു മനുഷ്യൻ അവൻ ദുആ ചെയ്യുകയാണ്, ആ ദുആ ചെയ്യുന്ന സമയത്ത് അവൻ സ്വലാത്ത് ചൊല്ലുന്നില്ല എങ്കിൽ അവൻ്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കില്ല. ഇവിടെ സ്വലാത്ത് ചൊല്ലുന്നില്ല, സ്വലാത്ത് ചൊല്ലിയില്ല. ഏത് സ്വലാത്ത്? അത് ഇബ്രാഹിമിയ സ്വലാത്താണെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. അപ്പോൾ ഏത് സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റിയ സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠതകളൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞതും നമ്മളോട് പറയാൻ കൽപ്പിച്ചതുമായ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്ത് 2-3 രൂപത്തിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന രൂപമായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾ മദ്രസയിൽ പഠിച്ചത്. മദ്രസയിലെ 1-2 വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ, റഹ്മത്ത് ചെയ്തതുപോലെ മുത്തായ റസൂലിനും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണേ എന്നാണ് ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ മൊത്തത്തിലെ ഏകദേശ അർത്ഥം. അപ്പോൾ ആ ഒരു അർത്ഥം അവിടെ വന്നാൽ മതി. ഞാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ പോകുന്നത് ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള, എന്നാൽ വലുതുമല്ലാത്ത, എന്നാൽ തീരെ ചെറുതുമല്ലാത്ത മീഡിയം ലെവലിലുള്ള സ്വലാത്താണ് കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ചില ആളുകൾ ഇവിടെ ഇബ്രാഹീമ എന്ന് പറയുമ്പോൾ സയ്യിദിന എന്ന് ചേർക്കാറുണ്ട്. സയ്യിദിന ഇബ്രാഹീമ, സയ്യിദിന മുഹമ്മദിൽ എന്ന് ചേർക്കാറുണ്ട്. അങ്ങനെ ചേർത്താലും നല്ലതാണ്. നമ്മളിവിടെ പറയുന്നത് അങ്ങനെ ചേർക്കാത്ത രൂപത്തിലാണ്. ഒന്നുകൂടി പറയാം, എല്ലാവരും ഒന്നിച്ചു പറ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ നേതാവാകുന്ന മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അല്ലാഹുവേ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുത്തതുപോലെ ആർക്ക്? അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും അവിടുത്തെ സന്താന പരമ്പരകൾക്കും അല്ലാഹുവേ നീ എല്ലാ വിധത്തിലുള്ള ഗുണവും രക്ഷയും കൊടുത്തതുപോലെ മുത്തായ റസൂലിനും ഗുണവും രക്ഷയും കൊടുക്കണേ. പിന്നെയോ വബാരിക് അലാ
മുഹമ്മദിൻ, അല്ലാഹുവേ മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും നീ എന്ത് ചെയ്യണം? ബറക്കത്ത് ചെയ്യണേ അല്ലാ. കമാ ബാറകത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കത്തും സലാമത്തും റാഹത്തും എല്ലാ സമാധാനവും കൊടുക്കണേ അല്ലാ എന്നാണ് ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ഏകദേശ അർത്ഥം. ഇനി ഒരു മനുഷ്യൻ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. അള്ളാഹു അവന്റെ കണ്ണുകൊണ്ട് പോലും നരകത്തെ കാണുന്ന അവസ്ഥ വരുത്തൂല. നരകത്തെ തൊട്ട് വലിയ കാവലുണ്ടാകും. മറവി രോഗത്തെ തൊട്ട് അല്ലാഹു കാക്കും. ഞാൻ വേഗത്തിൽ ഓടിച്ചു പോവാണ്. ഒന്ന്, നരകത്തെ തൊട്ടുള്ള കാവലുണ്ടാകും. മറവി രോഗം, അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, അല്ലാഹു കാക്കട്ടെ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാൻ തന്നാൽ ഇത് എന്തിനാ എനിക്ക് ഗ്ലാസ് വെള്ളം തന്നെ എന്ന് ചോദിക്കുന്നൊരവസ്ഥ, സ്വന്തം പേര് പോലും മറന്നു പോകുന്ന അവസ്ഥ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ രണ്ടാമത്തേത് അൽഷിമേഴ്സ് പോലെ, മറവി രോഗം പോലെയുള്ള ആ ഒരു വലിയൊരു അവസ്ഥ വരുന്നതിന് തൊട്ടുള്ള വലിയ കാവൽ അല്ലാഹു തആല തരുമെന്നാണ്. പിന്നെ മൂന്നാമത്തേത്, നമ്മുടെ ഖൽബ് അത് ഈമാനികമായ ഒരു ഖൽബായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്, അവസാന കാലഘട്ടമാകുമ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് ഖൽബിൽ ഈമാനും കുഫറും ഒന്നിച്ചു വരിക. അതായത് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് ഒരു ഭയങ്കര ഒരു ആഗ്രഹം വരിക. അതായത് ഖൽബിൽ ഈമാൻ കുറയുക, മറ്റുള്ളത് കൂടുക, അങ്ങനത്തെ ഒരു അവസ്ഥ, അതിനെ തൊട്ടുള്ള വലിയ കാവലുണ്ടാകും സ്വലാത്ത് ചൊല്ലിയാൽ. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്, നബി തങ്ങൾ പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ ഒരുപാട് കണ്ടു പറഞ്ഞ ഇബ്രാഹിമിയ സ്വലാത്തിന്റെ നേട്ടം പറയുന്നു. മക്കൾ സ്വാലിഹീങ്ങളാവാൻ. എത്രയോ ആളുകൾ മക്കളില്ലാതെ വിഷമിക്കുന്നു, എത്രയോ ആളുകൾ ഉള്ള മക്കളൊന്ന് നന്നായി കിട്ടണം ഉസ്താദേ, ദുആരക്കണമെന്ന് പറയുന്നു. അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ടുള്ള വലിയ കാവൽ, അതായത് മക്കൾ സ്വാലിഹീങ്ങളാവാൻ, ഖൈറായ മക്കൾ ഉണ്ടാവാൻ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ ഉമ്മമാരെ നിങ്ങൾ ദുആരക്കണേ, അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാവട്ടെ. പിന്നെയോ മക്കളുടെ ജോലി, അവരുടെ പഠനം, അവരുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, പല സഹോദരിമാരും ഗർഭിണികളാണ്, സുഖപ്രസവത്തിനും എല്ലാത്തിനും പറ്റിയ ഒരു ഹദീസായ മരുന്നാണ് ഈ സ്വലാത്തുൽ ഇബ്രാഹിമിയ. മറ്റൊരു കാര്യം, അഞ്ചാമതായി മഹത്തുക്കൾ പറയുന്നു, ജോലി സംബന്ധമായ, മഈശത്ത് സംബന്ധമായ, ജോലി സംബന്ധമായ കാര്യങ്ങൾ എല്ലാം എളുപ്പത്തിലും റാഹത്തിലും ഖൈറായ ജോലി ഉണ്ടാവാൻ, ഉള്ള ജോലിയിൽ എല്ലാവിധ ബറക്കത്തുണ്ടാവാൻ ഈ സ്വലാത്ത് നിത്യമാക്കണേ. 6, രോഗങ്ങൾ, മാറാ രോഗങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകും. 7, വിഷമ സങ്കടങ്ങളെ തൊട്ടുള്ള വലിയ കാവലുണ്ടാകും. 8, നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിനാക്കി തരാൻ ഈ സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മൾ ദുആരക്കണമെന്നാണ്. 9, ദാരിദ്ര്യം, ഒന്നും തികയാത്ത ഒരവസ്ഥ, അതിനെ തൊട്ടുള്ള കാവലുണ്ടാകും. 10, ഹർഖിനെ തൊട്ട്, അതായത് തീപിടുത്തത്തെ തൊട്ടുള്ള കാവലുണ്ട്. 11, വബാ, പകർച്ചവ്യാധികളെ തൊട്ടുള്ള കാവൽ. 12, കണ്ണേറ്, സിഹിർ, കരിനാക്ക്, കൈവശം, അസൂയ, അതുപോലുള്ള അവസ്ഥയെ തൊട്ടുള്ള വലിയ കാവലുണ്ടാകും. 13, ദൈൻ വരുന്നതിനെ തൊട്ട്, കടം വരുന്നതിനെ തൊട്ട്, അല്ലെങ്കിൽ കടമുണ്ടെങ്കിൽ അത് വേഗത്തിൽ വീട്ടാനുള്ള ഒരു എളുപ്പ വഴി അള്ളാഹു കാണിച്ചു തരും. 14, ഈ ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. 15, നല്ല മരണം, ഹുസ്നുൽ ഖാത്തിമ ഉണ്ടാകും. അതുകൊണ്ട് നമുക്കൊന്ന് പറഞ്ഞാലോ ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ ഖബൂലാക്കണേ അല്ലാ. ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരെല്ലാം ഈ സദസ്സ് കണ്ടിട്ട് ദുആരക്കാൻ പറയുന്നു, ആരെല്ലാം ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി എന്തെല്ലാം പ്രയാസങ്ങൾ പറയുന്നു, എല്ലാവരുടെയും പ്രയാസം ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ ഈ വരുന്ന സമയങ്ങളെന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. പ്രത്യേകം സുന്നത്തുകളൊക്കെ, വെള്ളിയാഴ്ചയുടെ സുന്നത്തും മാതാബും ഒക്കെ നമ്മൾ പാലിക്കുക.
അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ്, മറ്റ് സ്വലാത്തുകൾ, മറ്റ് അദ്കാറുകൾ അതൊന്നും മറന്നു പോവേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തുൽ ഇബ്രാഹിമിയ സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കാനും ഇബ്രാഹിം നബിയോടൊപ്പം അവിടുത്തെ കുടുംബത്തോടൊപ്പം മുത്ത് റസൂലിനോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷത്തോടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങളായി. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കട്ടെ, ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകൾ സ്ഥിരമായി കാണുന്ന ഒരുപാട് പേര് ഹജ്ജിനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അവരിങ്ങനെ വോയിസിൽ ഇങ്ങനെ അയച്ചിരുന്നു, അൽഹംദുലില്ലാഹ് ഉസ്താദ് ഞങ്ങളിപ്പോൾ ഹറമിലാണുള്ളത്, ഉസ്താദിനും പിന്നെ നമ്മുടെ ചാനലിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനൽ കാണുന്ന നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഇനിയും അവർ ദ്വാരക്കുന്നുണ്ട്, അത് ഉസ്താദിൻ്റെ ക്ലാസ്സിലൊന്ന് പറഞ്ഞേക്ക് എന്ന് 2-3 സഹോദരന്മാർ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാൻ ഹാജിമാർ റെഡിയാണ്. അപ്പോൾ അവരുടെ ഹജ്ജും ഉംറയും ഇനിയുള്ള നാളെ തൊട്ട് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുവാണല്ലോ. അപ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ പ്രശ്നം, കാരണം ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന സദസ്സല്ലേ, അപ്പോൾ ഒരു പ്രതിസന്ധിയുമില്ലാതെ ഹജ്ജൊക്കെ റാഹത്തായി പൂർത്തിയാക്കാൻ നമ്മളൊക്കെ ദ്വാരക്കണം. അല്ലാഹു തആല എല്ലാ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും വളരെ ഭംഗിയോടുകൂടി നിർവഹിക്കാനും അത് അല്ലാഹു സ്വീകരിക്കാനും അല്ലാഹു തആല ഉദവി നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.